ആലുവയിൽ ജഡ്ജിക്ക് നേരെ വീണ്ടും അസഭ്യവർഷം. ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ അറസ്റ്റിലായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളം നോർത്തിൽ മറ്റൊരു ജഡ്ജിക്കെതിരെയും അസഭ്യവർഷം ഉണ്ടായിരുന്നു. രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ, ഈ 2 സംഭവങ്ങളിലും ഒരേ ആളുകളാണോ, അതോ ഒരു കേസിൽ മാത്രമാണോ ഇപ്പോൾ അറസ്റ്റും കസ്റ്റഡിയും ഒക്കെ? രണ്ട് കേസുകളിലും ഇതിൽ വിക്ടിമായി അല്ലെങ്കിൽ ഇതിലുമായി വന്നിരിക്കുന്നത് 2 ജഡ്ജിമാരാണ്. പ്രതികളും വ്യത്യസ്തമാണ്. ഒരു സംഭവം ഉണ്ടാകുന്നത് നോർത്തിൽ വെച്ചായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്. ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ആലുവ പുളിഞ്ചോട് ഭാഗത്ത് വെച്ചായിരുന്നു. 2 യുവാക്കൾ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ജഡ്ജിയും കുടുംബവും എറണാകുളം ഭാഗത്തേക്ക് വരികയായിരുന്നു. ആ വാഹനം തടഞ്ഞു നിർത്തി ഒരു പ്രകോപനവുമില്ലാതെ അസഭ്യം പറഞ്ഞു എന്നതാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജഡ്ജിയുടെ PSO ആണ് പോലീസിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഈ യുവാക്കളെ കണ്ടെത്തിയ ശേഷം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി തുടർ നടപടികളിലേക്കും പോലീസ് കടന്നു. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് അറിയിച്ചത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ നോട്ടീസ് നൽകി വിട്ടിട്ടുണ്ട്. ഇതിൽ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകും. ഇവരുടെ ലൈസൻസ് അടക്കം സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ വാഹനമടക്കം സീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. എന്തായാലും ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ജഡ്ജിയുടെ വാഹനം മുന്നോട്ട് പോയപ്പോൾ ഉള്ള ആ ഒരു പ്രകോപനത്തിന്റെ പേരിലാണ് എന്നതാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ അസഭ്യവർഷമാണ് ജഡ്ജിക്കും കുടുംബത്തിനും നേരെ ഉണ്ടായത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു ജൂലൈ അവസാന ഘട്ടത്തിലാണ് നോർത്ത് ഭാഗത്ത് വെച്ച് മറ്റൊരു ജഡ്ജിക്ക് നേരെ ഇത്തരത്തിലൊരു യുവാവിന്റെ അസഭ്യവർഷം ഉണ്ടായത്. അതിലും ജഡ്ജിക്കൊപ്പം ഉണ്ടായിരുന്ന PSOയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. അന്ന് നോർത്ത് പോലീസാണ് കേസെടുത്തത്. ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് അയാൾ ആ കേസിൽ, അതായത് കൊച്ചിയിലുണ്ടായ കേസിൽ മദ്യലഹരിയിലായിരുന്നു താനിത് ചെയ്തത് എന്ന മൊഴിയാണ് അയാൾ പ്രതി നൽകിയിരുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കടക്കും ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള കേസിലേക്ക് എന്നതാണ് ഇപ്പോൾ ആലുവ പോലീസ് വ്യക്തമാക്കുന്നത്.